ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ഹൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് നമുക്കിന്ന് ലോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന CSEB എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 90, ഓപ്ഷൻ ഡി 15. ഏതായിരിക്കും വരിക ഇവിടെ ആൻസർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പല എക്സാംസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അമെൻമെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു കേസിൽ, അതും നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി 60 ആട്ടോ. 60 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. 60 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നോട്ട് ചെയ്യുക. 60 ഡേയ്സ്, 60 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതുപോലെ ലോ നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം ലോയിൽ എന്താണ്, സിലബസ് ഡിഫൈൻഡ് ആണ് ഓൾറെഡി. അത് കഴിഞ്ഞെന്താ ഒന്നും ചോദിക്കില്ല. അപ്പം ആ സിലബസ് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കറിയാം CSEB എക്സാമിൽ എക്സാം പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്, 100 മാർക്കിന്. ഓക്കെ, അപ്പം അതനുസരിച്ച് സബ്ജക്റ്റിലെയും ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിൻ്റെ ഒക്കെ എത്രയായിരിക്കും സബ്ജക്ട് ക്വസ്റ്റ്യൻസിന് വരുന്ന മാർക്കെന്ന് നമുക്ക് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ കൂടുതൽ CSEB എക്സാംസിനെ പറ്റി അറിയാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആൻസർ വരിക 60 ഡേയ്സ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് no person shall be admitted as a member of a society except an individual who has not attained the age of dash years. Option A 30, option B 18, option C 45, option D 60. എന്തായിരിക്കും? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എത്ര ഏജ് വരെ ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമുക്ക് മെമ്പർ ആക്കാൻ പറ്റുക? എത്രയായിരിക്കും? ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? വേഗം പറഞ്ഞ്, ഏതായിരിക്കും? ഇവിടെ ഓപ്ഷൻ സി 45 ആട്ടോ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 45, 45 വയസ്സിന് മുമ്പുള്ളവരെയാണ് എന്താണ് ഇവിടെ നമുക്ക് മെമ്പറായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പാറ്റേണിൽ വ്യത്യാസം വന്നുകൊണ്ട് ലോയ്ക്ക് ചിലപ്പോൾ വെയിറ്റേജ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് കോപ്പറേറ്റീവ് ലോ CSEB എക്സാംസിന്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ that an individual member can hold in an urban cooperative bank having Reserve Bank license is limited to dash percentage of the value of total paid up share capital of the bank. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിൽ റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് മാക്സിമം എമൗണ്ട് ഓഫ് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പറിന് എത്രയായിരിക്കും ഷെയർ ക്യാപിറ്റലിലെ മാക്സിമം എമൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുക? അത് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? ഇവിടെ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 5%. 5% ഓഫ് ദ വാല്യൂ ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആസ് പെർ സെക്ഷൻ 2AD administrative audit include option A compliance audit, option B performance audit, option C IT audit, option D none of this. ഏതാ വരിക? ഇവിടെ വരിക ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്യാട്ടോ. സെക്ഷൻ 2 വരുന്ന സബ്സെക്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെക്ഷനും റൂളും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സെക്ഷനും റൂളും
ആദ്യം തന്നെ ഒരു ബുക്കിൽ സെക്ഷനും റൂളും എഴുതി വെക്കുക, ഹെഡിങ്. അതൊന്ന് എല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, സെക്ഷൻസും റൂൾസും ആദ്യം പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താ, ലോയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് ലോയിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലോയിൽ മാക്സിമം മാർക്ക് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കുക. കാരണം ഇവിടെ സിലബസ് എന്താണ്, ബാങ്കിങ് പോലെയല്ല. സിലബസ് എന്താണ്, ഡിഫൈൻഡ് ആണ്. ബാങ്കിങ്ങിൽ നമുക്ക് പല അഡ്വാൻസ് ആയിട്ട് പല ടോപ്പിക്സും പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്, നമുക്ക് ഡിഫൈൻഡ് ആണ് സിലബസ്. അപ്പോൾ ഉള്ളത് അത്രയും പഠിച്ചാൽ മതി. പക്ഷെ അത് പഠിക്കാൻ കുറച്ച് നമ്മൾ എഫോർട്ട് കൂടുതൽ ഇടണം. നന്നായിട്ട് ഒരു പ്രാവശ്യമൊന്നും ചിലപ്പോൾ വായിച്ചാൽ നമുക്ക് എന്താ, മനസ്സ് കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാ സെക്ഷനും റൂൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ, ഓരോ ടൈമും അതുപോലെ മാക്സിമം എമൗണ്ടും ഒക്കെ ആയിട്ട് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമുക്കത് മനസ്സിൽ ഇരിക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ എ ഫെഡറൽ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. എത്രയായിരിക്കും? ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 12%, ഓപ്ഷൻ സി 25%, ഓപ്ഷൻ ഡി 50%. എത്രയായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ സി 25%-ൽ കൂടാൻ പാടില്ല. ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 25%-ൽ കൂടുതൽ എന്താവാൻ പാടില്ല? ഫെഡറൽ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ എണ്ണം ആവാൻ പാടില്ല. ഫെഡറൽ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് വരും, അതർ സൊസൈറ്റീസ് വരും, അല്ലേ? അപ്പൊ അതിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ എണ്ണം എന്താണ്? ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 25%-ൽ കൂടുതൽ ആവാൻ പാടില്ല. നോട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RCS include dash on whom all powers of the registrar under this act are conferred. Option A, any person. Option B, any officer of the state government. Option C, district magistrate. Option D, all of this. ഏതാ ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഇത് അമെൻമെന്റ് വന്നിരിക്കുന്ന കേസാണ്. നേരത്തെ എനി പേഴ്സൺ ആയിരുന്നു, ഇപ്പൊ ഇനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, any 2 or more societies may with the prior approval of registrar by a resolution passed by a dash majority of members present and voting at a general body meeting of each society amalgamate themselves and form a new society. അതായത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സൊസൈറ്റീസ് രജിസ്ട്രാറുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, എങ്ങനെ, ഒരു റെസൊല്യൂഷൻ പാസ്സായി രജിസ്ട്രാറുടെ അപ്രൂവൽ കിട്ടണം. അപ്പൊ ആ റെസൊല്യൂഷൻ പാസ്സാവണമെങ്കിൽ എത്ര മെജോറിറ്റി വേണം എന്നാണ് ചോദ്യം. അതായത് പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ വോട്ടിംഗ് എടുക്കുമ്പോൾ എത്ര മെജോറിറ്റി, ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ എത്ര മെജോറിറ്റി ഉണ്ടെങ്കിലാണ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുക. അങ്ങനെ പാസ്സാക്കി രജിസ്ട്രാർക്ക് അപ്രൂവൽ കൊടുത്ത് അമാൽഗമേറ്റ് ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ എ 1/3, ഓപ്ഷൻ ബി 2/3, ഓപ്ഷൻ സി ഹാഫ്, ഓപ്ഷൻ ഡി സിമ്പിൾ. ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി മതി കേട്ടോ അമാൽഗമേഷന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, no member of the committee shall be eligible for election to the committee for more than dash consecutive terms. എത്ര കോൺസിക്യൂട്ടീവ് ടേംസിന് കൂടുതൽ ആവാൻ പാടില്ല ഒരു മെമ്പർക്ക് ഒരു കമ്മിറ്റിയിൽ ഇലക്ഷന് നിൽക്കാനായിട്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി 3 ആണ്. അതായത് നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേംസ്. 3 കോൺസിക്യൂട്ടീവ് ടേംസിന് കൂടുതലായിട്ട് എന്താ ഒരു മെമ്പർക്ക്, കമ്മിറ്റിയിലുള്ള ഒരു മെമ്പർക്ക് എന്താണ്, എലക്ഷന് നിൽക്കാനായിട്ട് പാടില്ല. ഓക്കെ, എലിജിബിൾ ആവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനിയും ലോയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ CSEBയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റ്സും ഒക്കെ അറിയാനായിട്ട് വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ.